നമസ്കാരം സാർ. ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്. ഇപ്പം നമ്മുടെ സമീപകാലത്ത് ഏറ്റവും അധികം ഒരു വിവാദം ഉണ്ടാക്കിയൊരു വിഷയമാണ് AI ക്യാമറ വിഷയം. ഇപ്പോൾ സാറ് തോന്നുന്നു ഏകദേശം 100-ൽ പുറത്ത് രാജ്യം 150 ഏകദേശം അടുപ്പിച്ചുള്ള രാജ്യം കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള പിഴ ചുമത്താനായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് AI ക്യാമറ പിഴ ചുമത്തുമ്പോൾ ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടാവുന്നത്? അതുമാത്രമല്ല, മറ്റ് രാജ്യത്തുള്ള റോഡുകൾ വളരെ വലിയ നിലവാരത്തിലാണ്. പക്ഷെ ഇവിടെ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം ഇവിടുത്തെ റോഡുകൾ കൂടുതൽ വലിയ സംവിധാനത്തിലേക്ക് ഗതാഗത യോഗ്യമായ വലിയ നിലവാരത്തിലേക്ക് മാറാത്തത് കൊണ്ട് മാത്രമാണോ? നമ്മൾ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ വികസിത നാടുകളിലെ എല്ലാ രാജ്യങ്ങളും 7 വരി 8 വരി 10 വരിയൊക്കെയുള്ള പാതയാണെന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഗ്രാമീണ പാതകൾ അല്ലെങ്കിൽ ഉൾനാടുകളിലുള്ള പാതകളൊക്കെ 2 വരിയുള്ളത് 1 വരി ഉള്ള പാതകളും ഒക്കെ ഉണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം. എന്നാൽ സുപ്രധാനമായ എക്സ്പ്രസ് വേകൾ അങ്ങനെയൊക്കെയുള്ളത് 1-2 ഒക്കെ ആയിരിക്കും ഓരോ സ്റ്റേറ്റ് കൂടെയൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മളുടെ NH-66 പണി പൂർത്തിയായി കഴിഞ്ഞാൽ അതൊരു ലോക നിലവാരമുള്ളൊരു ഗതാഗത സംവിധാനമായിട്ട് മാറും. പിന്നെ മറ്റു ഗതാഗത സംവിധാനങ്ങളൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. ഉദാഹരണത്തിന് അതിവേഗത്തിൽ കേരളം പോലെ നീളത്തിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റിന് തീർച്ചയായിട്ടും വേണ്ട ഒന്നാണ് അതിവേഗത്തിൽ എത്തുന്ന ട്രെയിൻ പോലുള്ള ഒരു സംവിധാനം. ഞാനതിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് നടപ്പാക്കുന്ന രീതിയോ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം ആരായുന്നതിനൊന്നും ഞാൻ എതിരുമല്ല. അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ജനകീയമായിട്ട് നടപ്പാക്കണം എന്നുള്ള അഭിപ്രായവും എനിക്കുണ്ട്. പക്ഷേ ആധുനികമായ ഗതാഗത സംവിധാനങ്ങൾ നമുക്കുണ്ടാവണം. ആധുനിക ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവണം. ആ നിയമം അനുസരിക്കാത്തവർക്ക് കർശനമായ പിഴ ചുമത്തി മാത്രമേ നിയമം എൻഫോഴ്സ് ചെയ്യാൻ കഴിയൂ. ലോകത്തെവിടെയും അമേരിക്കയിൽ യൂറോപ്പിലൊക്കെ നിങ്ങൾ ചെന്നാൽ അവിടെ മര്യാദയ്ക്ക് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം ഒരു തവണ നിയമം തെറ്റിച്ചാൽ അവന് കനത്ത പിഴ എന്ന് പറഞ്ഞാൽ $600-700 ഒറ്റ തവണത്തെ പിഴ വരുന്നത്. രണ്ടാമത് തെറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെയൊക്കെ കൂടി തുകയാണ്. മൂന്നാമത് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ഇല്ല അയാളുടെ കയ്യിൽ. അപ്പോൾ ഭയന്നാണ് മനുഷ്യരോടുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്താരും നിയമത്തെ സ്നേഹിച്ചിട്ട് നിയമം അനുസരിക്കാറില്ല. രാജ്യത്തെ സ്നേഹിച്ചിട്ട് നിയമം അനുസരിക്കുന്ന ഒരു മനുഷ്യനുമില്ല. നിങ്ങളും ഞാനും ഒക്കെ മര്യാദയ്ക്ക് കേരളത്തിൽ ജീവിക്കുന്നത് നിയമത്തെ പേടിച്ചിട്ടാണ്. നിയമം ഇവിടെ ഇല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ തനി സ്വഭാവം കാണിക്കും, ഇല്ലേ? നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ അത് തന്നെയാണ്. അത് ഏത് ഡിസിപ്ലിൻഡാണെന്ന് പറയുന്ന ജനസമൂഹത്തിൽ ഇതൊക്കെ തന്നെയാണ്. നിയമത്തെ ഭയന്ന് മാത്രമാണ് ലോകത്തെ അച്ചടക്കം പുലരുന്നത്. അപ്പോൾ നിയമം കർശനമായി നടപ്പാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ള ഫൈൻ ഒരു 10 ഇരട്ടിയാക്കിയാലും തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണത്? എനിക്ക് നിയമം തെറ്റിക്കുക എൻ്റെ ജന്മാവകാശമാണെന്നുള്ള മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നത് അല്ല. നിയമം ഞാൻ തെറ്റിച്ചാലും പിഴയിട്ടോളൂ, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് മുഖ്യമന്ത്രി നിയമം തെറ്റിച്ചാലും പിഴയിടണം, ഏറ്റവും അതിസാധാരണക്കാരൻ നിയമം തെറ്റിച്ചാലും പിഴയിടണം. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഈ കുഴപ്പം. ചിലർക്ക് വേണ്ട എന്ന് വെക്കുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് ഒരു വിഷമം തോന്നുന്നത്. അപ്പോൾ ഞാൻ നിയമം തെറ്റിക്കുമ്പോൾ എനിക്ക് പിഴയടയ്ക്കാൻ പറ്റില്ല എന്ന പൊതുസമൂഹത്തിൻ്റെ വികാരം ഇതുപോലെ വളരുന്നൊരു ജനസമൂഹത്തിൽ ഒട്ടും യോജിച്ചതല്ല. നമുക്ക് പിഴ നിങ്ങൾ എത്ര വേണമെങ്കിലും ഇട്ടു എന്ന് പറയേണ്ടത് ആരായിരിക്കണം? നിങ്ങളുടെ കൈകളിൽ കറയില്ലെങ്കിൽ, നിങ്ങൾ നിയമം തെറ്റിക്കാൻ പോകുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ എത്ര വേണമെങ്കിലും പിഴ ഇട്ടു, ഞാൻ നിയമം തെറ്റിക്കാൻ പോകുന്നില്ലെന്ന്. ഞാൻ നിയമം തെറ്റിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളപ്പോഴാണല്ലോ പിഴയിടുന്നതിനെതിരെ ഞാൻ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് എൻ്റെ കാര്യം.